ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PK ശശിയുടെ അടിസ്ഥാന രേഖകളിൽ ക്രമക്കേടുണ്ടെന്ന ഗൗരവകരമായ ആരോപണവുമായി LDF രംഗത്ത്. പേര്, ജനനത്തീയതി എന്നിവയിൽ വലിയ മാറ്റങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകുമെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. PK ശശി പഠിച്ച UP സ്കൂളിലെ സർട്ടിഫിക്കറ്റിൽ ശശിധരൻ PK എന്നാണ് പേരുള്ളത്. എന്നാൽ പാസ്പോർട്ടിലേക്ക് എത്തുമ്പോൾ ഇത് ശശി എന്ന് മാത്രമായി മാറുന്നു. ഇത്തരത്തിൽ പേര് മാറ്റുന്നതിനായി ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയതായി അറിവില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. ജനന തീയതിയുടെ കാര്യത്തിലും വ്യക്തമായ ക്രമക്കേട് നടന്നതായാണ് LDFന്റെ വാദം. സ്കൂൾ രേഖകൾ പ്രകാരം 1955 ഓഗസ്റ്റ് 15-നാണ് ജനന തീയതിയെങ്കിൽ പാസ്പോർട്ടിൽ ഇത് 1957 ഓഗസ്റ്റ് 15-ആയി മാറിയിരിക്കുകയാണ്. 2 വർഷത്തിന്റെ വ്യത്യാസമാണ് അവിടെയുള്ളതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗൗരവമേറിയിട്ടുള്ള കുറ്റകൃത്യമാണ് UDFന്റെ സ്ഥാനാർത്ഥി PK ശശി ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് എല്ലാവരും അവരുടെ പേര് കൃത്യമായി അതിൻ്റെ ഇനീഷ്യൽ അഡ്രസ്സൊക്കെ വരിക പ്രാഥമികമായിട്ട് ചെയ്യുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനം കുളിക്കിയാട് AUP സ്കൂൾ. അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 57-ാം നമ്പർ പ്രകാരം ശശിധരൻ PK സൺ ഓഫ് പ്രഭാകരൻ നായർ ശശിധരൻ എന്നാണ് ഇപ്പോൾ PK ശശി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര്. ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിൽ പ്രാഥമികമായി ചേരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ രജിസ്റ്ററിലുള്ള പേര് തന്നെയാണ്. ആ പേര് എന്തെങ്കിലും മാറ്റം വരുന്നതിന് നിലവിലുള്ള റൂൾസ് പ്രകാരം 2 പത്രങ്ങളിൽ പരസ്യമാക്കണം. അതിനുശേഷം ഗസറ്റ് വിജ്ഞാപനം നടക്കും. അതിലൂടെ മാത്രമേ തൻ്റെ പേരിൽ മാറ്റം വരുത്താൻ കഴിയുള്ളൂ. അങ്ങനെ പേര് മാറ്റിയ ഒരുപാട് ആളുകളുണ്ട്. അത് ഇദ്ദേഹം ഇതുവരെയും ചെയ്തതായി കാണുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് 2024 6-ാം മാസമാണ് ഇഷ്യൂ ചെയ്തത്. അതിൽ വളരെ ബോധപൂർവ്വം അച്ഛൻ്റെ പേര് കൊടുത്തിട്ടില്ല, പ്രഭാകരൻ നായർ പേര് കൊടുത്തിട്ടില്ല, അമ്മയുടെ പേരാണ് കൊടുത്തത്. പാസ്പോർട്ട് ഒരു വശം മാത്രമാണ്. എന്നാൽ തനിക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്നും PK ശശി പ്രതികരിച്ചു. 3 വയസ്സ് തികഞ്ഞ ഘട്ടത്തിൽ രക്ഷിതാക്കൾ സ്കൂളിൽ ചേർത്തതിനാലാണ് സ്കൂൾ രേഖകളിൽ തീയതി മാറിയതെന്നും തന്റെ മറ്റ് ഔദ്യോഗിക രേഖകളിൽ ഉള്ളതാണ് അടിസ്ഥാന വിവരങ്ങളെന്നും അദ്ദേഹം വ്യക്തമാക്കി. LDFന്റെ ആരോപണങ്ങളെ നിയമപരമായി തന്നെ നേരിടുമെന്നും PK ശശി പറഞ്ഞു. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.